ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കിടിലൻ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇതിനായി ഇവിടെ 2 കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ അരി ഉണ്ടത്. ഇത് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇതിനുശേഷം ഇതിലേക്ക് വേണ്ട ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പാകത്തിന് വേണ്ട വേവിൽ തന്നെ ബീഫ് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ നിന്ന് ഇറച്ചി മറ്റൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. സ്പൈസസ് എല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും അരി വേവാനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിൽ 1.5 കപ്പ് വെള്ളം ഇറച്ചി വേവിച്ച വെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ വെള്ളം ഒന്ന് തിളച്ച് കിട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് സോക്ക് ചെയ്ത് വെച്ചേക്കണം അരി ഒന്ന് കഴുകി ഊറ്റി വെക്കാം. അപ്പോൾ വെള്ളം ഇവിടെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ച അരി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കിതിലേക്ക് വേണ്ട റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് വേവിക്കുന്ന സമയത്ത് വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ മറക്കരുത്. ചെറുനാരങ്ങ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട കൂടാതെ വെന്തുടയാതെയും കിട്ടുന്നതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല ഒന്ന് ശരിയാക്കാം. മസാല റെഡിയാക്കുന്നതിനായി ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ശേഷം മസാല റെഡിയാക്കാനായി നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിൽ തന്നെയാണ് ചോറ് ദം ചെയ്യുന്നതും. അപ്പോൾ ആ പരുവത്തിൽ വേണം നിങ്ങൾ മസാല റെഡിയാക്കാനുള്ള കടായി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിരുന്നത്. അത് നല്ല നേരിയതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്താണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിരുന്നത്. അതിനുശേഷം സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ തന്നെ സവാള വഴന്ന് കിട്ടണം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഒരുവിധം നല്ലതുപോലെ തന്നെ ഒന്ന് മൂത്ത് കിട്ടണം. അതിനുശേഷം പച്ചമുളകും ചെറിയുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ ഒന്ന് വഴന്ന് കിട്ടണം. ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം എടുത്തു വെച്ച തക്കാളി പേസ്റ്റാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. 1
കൂടെ തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. മസാല ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ അരി വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു തവണയായിട്ട് ദം ചെയ്യുന്നത്. നിങ്ങൾ ഇതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ 1-2 ലെയറായിട്ട് വേണം ദം ചെയ്തെടുക്കാനായിട്ട്. നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ബിരിയാണിയുടെ എസൻസ് ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ RKG ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മല്ലിയില അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊരിച്ച് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കശുവണ്ടിയും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തത് മുകളിലേക്കിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 5-10 മിനിറ്റ് നേരം മൂടി വെച്ച് ചെറിയ തീയിലിട്ട് തന്നെ വേണം ദം ചെയ്തെടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വേറൊരു റെസിപ്പിയുമായി നമുക്കിനി വീണ്ടും കാണാം.